ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സ്നേഹിതരെ, നമ്മൾ ഏതാണ്ട് ഒരു 5 വീഡിയോയോളം ചെയ്തു ഇതിനോടകം. അത് ദൈവവചനം സംബന്ധിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ചില ആശയങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് സത്യവേദപുസ്തകം അനുവർത്തിച്ച് ക്രിസ്ത്യാനികളെന്ന പേര് സ്വീകരിച്ച് ജീവിക്കുന്ന അനേകരും ഏതാണ്ട് മുഴുവൻ വിഭാഗങ്ങളും തന്നെ വേദപുസ്തകം പറയുന്ന സത്യത്തിൽ നിന്നും വളരെ വിദൂരമായി ചിന്തിക്കുകയും ജാതീയമായിരിക്കുന്ന ഉപദേശങ്ങൾക്ക് താല്പര്യം കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവർ ഊന്നൽ കൊടുക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് വസ്തുനിഷ്ഠമായി യാതൊരു മുൻവിധികളുമില്ലാതെ ചിന്തിക്കുക, അങ്ങനെ അത് ചിലർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുവെങ്കിൽ, അവരുടെ കണ്ണുകളെ തുറക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് അങ്ങേയറ്റം സന്തോഷമുള്ള ഒന്നാണ്. അതിനുവേണ്ടിയാണ് ഈ പ്രയത്നം. കഴിഞ്ഞ ദിവസം പറുദീസയിലെ കള്ളൻ എന്നുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് ആണ് ചിന്തിച്ചിരുന്നത്. അതിനോടനുബന്ധമായി തന്നെ ഈ ആഴ്ച ഒരു വസ്തുത കൂടി അതിനോട് ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമില്ല, അനേകരും പറയും, അന്ന് ഞാൻ പറഞ്ഞു, ക്രിസ്തു മരിച്ചതിന് ശേഷം അവൻ 3 ദിവസം അവൻ ശവക്കല്ലറയിലായിരുന്നു. വേദപുസ്തകം പറയുന്നു അവൻ പാതാളത്തിലായിരുന്നു. അവൻ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ അവൻ പാതാളം എന്നുള്ളത് ഷിയോൽ അഥവാ ശവക്കുഴി എന്ന് അർത്ഥമാകുന്ന ഷിയോൽ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ അവൻ പാതാളത്തിലായിരുന്നു. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ആ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മാത്രമാണ് അവന് ഒരു ആത്മജീവിയായി അവൻ മാറ്റപ്പെടുന്നത്. അല്ലാതെ ഇന്നത്തെ മതങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ മരണത്തിൻ്റെ അടുത്ത നിമിഷം അവൻ്റെ ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് പോകുന്നതല്ല, പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട ചില സ്നേഹിതർ, ചില വേദ പഠന വിദ്യാർത്ഥികളെന്ന് തന്നെ പറയാം, വേദപുസ്തകം വസ്തുനിഷ്ഠമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ, ഇത് കേട്ടവർ, അവർ ഉന്നയിച്ച ഒരു സംശയമുണ്ട്. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് അതിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷയേൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇതാണ് അനേകരും പറയുന്നത്. ക്രിസ്തു മരണശേഷം പാതാളത്തിൽ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് സംസാരിച്ചു. ഇപ്പോൾ ഇത് വേദപുസ്തകത്തിൽ നമ്മളോട് വ്യക്തമായി പറയുന്നു. ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് വേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് മുൻവിധിയുടെ അടിസ്ഥാനത്തിലുള്ളൊരു നിഗമനം മാത്രമാണ്, അല്ലാതെ ഒരിക്കലും ഇത് വേദപുസ്തകത്തിൻ്റെ ചിന്തകളിൽ വരുന്നതല്ല. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായി വേദഭാഗത്തിൽ നിന്നും വിശദീകരിക്കുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് അങ്ങനെയുള്ളവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതധികവും സഭകൾ അവരുടെ ഈസ്റ്റർ, ക്രിസ്തുവിൻ്റെ ഉയർപ്പിനോടനുബന്ധിച്ചുള്ള ഈസ്റ്റർ ശുശ്രൂഷയോടനുബന്ധിച്ചൊക്കെയുള്ള സമയങ്ങളിൽ പുരോഹിതന്മാർ ജനത്തെ പ്രബോധിപ്പിക്കുന്ന ഒരു വേദഭാഗം കൂടിയായത്. അതാണ് ഏറ്റവും ദുഃഖകരം. അപ്പോൾ ഇവിടെ എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളൊരു കാര്യം, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായി പുനരുത്ഥാനത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ അനുഭവങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് വേദപുസ്തകം, വിശേഷിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മളോട് പല ഭാഗങ്ങളും പറയുന്നുണ്ട്. അതിലേതാനും സമയ ദൗർലഭ്യം കൊണ്ട് ഏതാനും ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2:32 ഇങ്ങനെയാണ് പറയുന്നത്: അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല,
അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ഇതാണ് അവിടെ പറയുന്നത്. എന്താണ്? അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവൻ പാതാളത്തിൽ പോയി. ഹി വാസ് നോട്ട് ലെഫ്റ്റ് ഇൻ ദി ഷിയോൽ എന്നാണ്, ഇൻ ദി ഗ്രേവ്. അവൻ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. ഇനി ഷിയോൽ എന്നുള്ളതിനെക്കുറിച്ച്, പാതാളം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി അടുത്ത ഒരു വീഡിയോയിൽ സംസാരിക്കാം എന്നുള്ളത് അത് വളരെ വിസ്തരിച്ച് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അപ്പം യേശു എന്ത് ചെയ്തു? പുനരുത്ഥാനം പ്രാപിച്ചതിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. എന്നിട്ട് അവൻ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അപ്പോൾ അവൻ പുനരുത്ഥാന ശേഷം സ്വർഗാരോഹണം ചെയ്തു എന്നും ആ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അവൻ എന്താണ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയതെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് തന്നെയാണല്ലോ അവൻ പാതാളത്തിലേക്ക് പോയി എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് എന്താ പ്രവർത്തിച്ചതെന്നൊന്ന് പറയണ്ടേ? അപ്പോൾ അപ്രകാരം അവൻ പാതാളത്തിൽ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് സംസാരിച്ചുവെങ്കിൽ പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത് പിതാവിനോട് അവൻ ചെയ്ത വാഗ്ദത്തം, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം വാങ്ങി ഇന്ന് ഈ കാണുന്നതെല്ലാം ചെയ്തു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവൻ പാതാളത്തിൽ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് സംസാരിച്ചു എന്നവിടെ പറയണ്ടേ? ഇതല്ലേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. അതെന്താ പറയാത്തത് വേദപുസ്തകം? ഇനി മറ്റൊന്ന്, ഈ ക്രിസ്തു പറഞ്ഞൊരു ഉപമയുണ്ട് ധനവാനും ലാസറിനെ സംബന്ധിച്ച്. ആ ഉപമയിൽ ധനവാൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എന്താ? ഈ ലാസറിനെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കൊന്ന് അയക്കണം. എന്തിനാ? ഇവരുടെ യാത്രകൾ ചെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു മാറ്റം വരും. അപ്പോൾ ക്രിസ്തു എന്താ പറയുന്നത്? അപ്പം അങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് ഈ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ഇത് നമുക്ക് വളരെ വിശദമായി ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണ്. അത് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഇവിടെ ഈ 27-ാം അധ്യായത്തിൽ വാക്യത്തിൽ പറയുക, ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയുകയില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. ഇത് യേശുവിൻ്റെ വാക്കാ. എന്നാലോചിച്ച് നോക്കി, മരിച്ചവരിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് ചെന്നാലും അവർ വിശ്വസിക്കയില്ല എന്ന് യേശു തീർത്തു പറയുക. അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്. അപ്പോൾ ആ മോശയെയും പ്രവാചകന്മാരെയും വിശ്വസിക്കാത്തവർ നീ മരിച്ചവരെന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാലും ഇത് പറഞ്ഞ യേശു തന്നെ പറയുമോ, ഞാൻ മരിച്ചതിന് ശേഷം പാതാളത്തിൽ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് ആ യേശു തന്നെ പറയുമോ? വേദപുസ്തകം പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കാത്ത ഒരു പുസ്തകമാണ് ദൈവാത്മനിശ്വസ്തത. വേദപുസ്തകത്തിൻ്റെ ദൈവാത്മനിശ്വസ്തത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് പരസ്പര വിരുദ്ധമായി ഒരു വാക്ക് പോലും നമുക്ക് വേദപുസ്തകത്തിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ യേശു പറയുന്നു, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാലും അവൻ വിശ്വസിക്കുകയില്ല. ഇതറിയാവുന്ന യേശു എന്തിനാ പാതാളത്തിൽ ചെന്ന് അവിടെയുള്ള തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിക്കാൻ പോയത്? നമ്മൾ ആലോചിച്ച് നോക്കി. ഇനി അടുത്ത മറ്റൊരു വാക്യം, അത് അപ്പോസ്തല പ്രവൃത്തികൾ 5:30.
നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ യേശുവിനെ ദൈവം തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. എന്തിനാ? ഇസ്രയേലിന് പ്രഭുവായും രക്ഷിതാവായും ഉയർത്തിയിരിക്കുക. അപ്പോൾ പുനരുത്ഥാന ശേഷം ക്രിസ്തുവിന് എന്ത് സംഭവിച്ചു എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം നമ്മോട് പറയുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഈ പുനരുത്ഥാന ശേഷം ക്രിസ്തുവിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ അവിടെ ഒരിടത്തും ഇപ്രകാരം പറയുന്നില്ല, പാതാളത്തിൽ ചെന്നു 3 നാൾ അവൻ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ അന്ന് ആലോചിക്കുക. അപ്പോൾ എന്താ ക്രിസ്തുവിൻ്റെ ആത്മാവ്? ഈ നമ്മൾ 1 പത്രോസ് തന്നെ 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ. അപ്പോൾ നോക്കുക, പ്രവാചകന്മാർ ഏതാ? നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ പഴയ നിയമകാലത്തെ പ്രവാചകന്മാരാ. അവരോട് ക്രിസ്തുവിൻ്റെ ആത്മാവ് സംസാരിച്ചു. അപ്പോൾ ഇത് ക്രിസ്തു മരിച്ചതിന് ശേഷമുള്ള കാര്യമല്ല. ക്രിസ്തു ആത്മജീവിയായിരുന്നപ്പോൾ ഇവൻ മനുഷ്യൻ രൂപമെടുത്ത് ഇവിടെ മറിയാമിൽ നിന്നും ഒരു മനുഷ്യനായി പിറക്കുന്നതിന് മുൻപ് അവൻ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഒരു ആത്മജീവിയായിരുന്നു. ആ കാലത്ത് അവൻ പ്രവാചകന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അവൻ ആത്മാവിൽ പ്രവാചകന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമകാലത്ത് ക്രിസ്തു പ്രവാചകന്മാരോട് സംസാരിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവിടെ. അപ്പോൾ ഇനി പത്രോസിൽ പറയുന്ന ഈ കാര്യത്തിലേക്ക് നമ്മളൊന്ന് വരിക. എന്താ? ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് സംസാരിച്ചു. ഒരു കാര്യം, ജഡത്തിൽ അവൻ മരണശിക്ഷയേറ്റു, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. എന്നിട്ടോ ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായ തടവിലുള്ള ആത്മാക്കളോട് സംസാരിച്ചു. ഇതിൻ്റെ കാലവ്യത്യാസം എത്രയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കി. യേശു ക്രൂശിക്കപ്പെട്ടത് എന്നാണ്. അപ്പം അതിനുശേഷം അത് AD 33 അതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് നോഹയോട് സംസാരിക്കുന്നത്. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം. ഇത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്? അപ്പം അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ക്രിസ്തു മരണശേഷം ചെന്ന് നോഹയോട് സംസാരിക്കുകയോ തടവിലുള്ള ആത്മാക്കളോട് സംസാരിച്ചു എന്ന് പറയുന്നത് നോഹ പെട്ടകമൊരുക്കുന്ന സമയമാണ് തടവിലുള്ള ആത്മാക്കളോട് സംസാരിച്ചതെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു സംസാരിച്ചത് ഈ മരണശേഷം പാതാളത്തിൽ ചെന്നാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് എന്തർത്ഥത്തിലാണ്, എന്ത് യുക്തിബോധത്തിലാണ്? ഇനി മറ്റൊന്ന്, ഇതിൻ്റെ ഒരു പരിഭാഷ വ്യത്യാസമുണ്ട്. അവൻ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് നാം ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുക. അപ്പോൾ ഈ NIV ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ അല്ലെങ്കിൽ KJV പോലും അങ്ങനെ തന്നെയാണ്. അവൻ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു എന്നല്ല, ആത്മാവിനാൽ ബൈ ദ സ്പിരിറ്റ് എന്നാണ്. ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവിടെ പറയാ ആത്മാവിൽ അവൻ ചെന്നു. ആ ആത്മാവിനെ വിശേഷിപ്പിക്കുന്നത് ഹും എന്നാണ്. പക്ഷെ അവിടെ ആ ട്രാൻസ്ലേഷൻ്റെ NIVയുടെ മാർജിനിൽ കൊടുത്തിരിക്കുന്ന ഹും എന്നല്ല, വിച്ച് എന്ന് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചും കൂടുതൽ പറയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാനത് വിട്ടുപോയ.
അപ്പം ആത്മാവിൽ അല്ല, ആത്മാവിനാൽ അവൻ ജീവിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അതേ ആത്മാവാണ് എന്തു ചെയ്യുന്നത്? പണ്ട് നോഹയെ പെട്ടകമൊരുക്കുന്ന സമയം, നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് സംസാരിച്ചു എന്ന് പറയുന്നത്. അപ്പം ഈ തടവ് ഏതാ? ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിവൈഭവമൊന്നും വേണ്ട. നമ്മൾ അതിൻ്റെ അടുത്ത വാക്യം വായിച്ചാൽ മതി. താഴെ എന്താ പറയുന്നത്? ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അപ്പം ഈ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് തടവിലുള്ള ആത്മാക്കളോട് സംസാരിച്ചു, പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചതിൻ്റെ ഫലം എന്താണെന്ന് അവിടെ പറയുന്നത്. 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അപ്പം അവൻ പ്രസംഗിച്ചത് ജീവിച്ചിരുന്നവരോടല്ലേ? ഈ നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ആ ജീവിച്ചിരുന്നവരോടാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗം എങ്ങനെയായിരുന്നു? നോഹ പണിത പെട്ടകം ഏതാണ്ട് 120 വർഷത്തോളം എടുത്തു ഈ പെട്ടകം പണിയാൻ. അത്രയും കാലം നോഹ നടത്തിയ ഈ പെട്ടക നിർമ്മാണം എന്ന് പറയുന്ന ആ വേല വലിയൊരു പ്രസംഗമായിരുന്നു. ഈ ലോകത്തിനുമേൽ വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു ന്യായവിധിയെക്കുറിച്ചും ആ ന്യായവിധിയിൽ നിന്നും രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ പെട്ടകത്തിൽ കടക്കുന്നവർക്ക് മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയൊരു പ്രസംഗമായിരുന്നു അത്. ആ പ്രസംഗം കേട്ട് ആര് രക്ഷ പ്രാപിച്ചു? നോഹയും തൻ്റെ കുടുംബവും. അങ്ങനെ 8 പേർ രക്ഷ പ്രാപിച്ചു. അപ്പോൾ ഈ പെട്ടകം കാണിക്കുന്ന ക്രിസ്തുവിനെയാണ്. അപ്പോൾ അവർ ആരുടെ തടവിലാന്ന് അന്ന് കഴിഞ്ഞിരുന്ന, അന്ന് ഈ പ്രസംഗം ശ്രവിച്ചവർ, കേട്ടവർ, അല്ലെങ്കിൽ ഈ പെട്ടക നിർമ്മാണം കണ്ടവർ, അവർ തടവിലായിരുന്നു. ആ തടവെന്ന് പറയുന്നു മരണത്തിൻ്റെ തടവാണ്. അല്ലാതെ പാപത്തിൻ്റെ ഫലമായ മരണത്തിൻ്റെ തടവറയിൽ കിടക്കുന്നവരാ മുഴുവൻ മാനവരാശിയും. അതിൽ നിന്നും നമുക്കൊരു രക്ഷ വേണമെങ്കിൽ വരാനിരിക്കുന്ന ജലപ്രളയത്തിൽ സകല മനുഷ്യരും മരണമടയും. എന്നാൽ ഈ പെട്ടകത്തിൽ പ്രവേശിക്കുന്നവർ ജീവൻ രക്ഷ പ്രാപിക്കും. അപ്പം ആ പെട്ടകം ക്രിസ്തുവാണ്. അപ്പം ക്രിസ്തുവാകുന്ന ആ പെട്ടകത്തിൽ പ്രവേശിക്കാൻ തക്കവണ്ണം നമ്മൾ മാനസികമായി ഒരുങ്ങുകയും ഈ വലിയ പ്രസംഗം വരാനിരിക്കുന്ന ഒരു ന്യായവിധിയുടെ ചിത്രമാണ്, നിഴലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുങ്ങുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച ഇത് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ചിന്തിക്കുക. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആ ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് സംസാരിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. ഇതാ പറയുന്നത്. അപ്പോൾ ക്രിസ്തു മരണശേഷം അല്ല ഇപ്രകാരം പോയി തടവിലുള്ള, പാതാളത്തിൽ കിടക്കുന്ന തടവിലുള്ള ആൾക്കാരോട് സംസാരിച്ചത്. ക്രിസ്തു ആത്മജീവിയായിരുന്നപ്പോൾ തന്നെ നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുവാൻ ഉള്ള ഒരു നിർദ്ദേശം കൊടുത്തത് അന്ന് മരണത്തിൻ്റെ തടവറയിൽ കിടക്കുന്ന ആ ജാതിയോടാണ് അറിയിച്ചത് ഈ വലിയ സുവിശേഷം. നീ രക്ഷ പ്രാപിക്കാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് ഇവിടെ മനുഷ്യ സാദൃശ്യത്തിലായി, മനുഷ്യരൂപത്തിലായി ഇവിടെ ജീവിച്ച സമയത്ത് അവൻ നമ്മെ ഉപദേശിച്ചതാ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. അപ്പം അങ്ങനെ നോഹ ഒരുക്കിയ ആ വലിയ പെട്ടകം നമുക്ക് നൽകുന്ന കാഴ്ച, അത് ക്രിസ്തു എന്ന ആ പെട്ടകത്തിൽ കൂടെ മനുഷ്യവർഗത്തിന് രക്ഷ പ്രാപിക്കാനുള്ള ഒരു വഴിയാണ് എന്നുള്ളതാണ്. അപ്പം ഇതിനെ ഇത്രയേറെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നമ്മുടെ സഭാ പണ്ഡിതന്മാർ അല്ലെങ്കിൽ മത പണ്ഡിതന്മാർ, അവരിപ്പോൾ ഈ വിശ്വാസികളെന്ന് പറയുന്നവരെ വേദപുസ്തകം വായിക്കുവാൻ പോലും ശ്രദ്ധിക്കാതെ, വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് യുക്തിപൂർവം ചിന്തിക്കുവാൻ അവർ സമയം കൊടുക്കാതെ, അവർ പറയുന്നതെന്തും, പുരോഹിതന്മാർ പറയുന്നതെന്തും അക്ഷരം പ്രതി വിഴുങ്ങുന്ന ഒരു സ്വഭാവത്തിലുള്ളവർ, അവർ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്നുകൂടി ചിന്തിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അങ്ങനെ ആ ഭാഗത്തെക്കുറിച്ച് അതാണ് ഇപ്പോൾ പറയുന്നത്. അടുത്തതായി എനിക്ക് മറ്റൊരു വേദഭാഗമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു,
പ്രകാരം മനുഷ്യൻ മരിച്ചാലും അവൻ്റെ ജീവിതം തുടർന്നു പോവുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ചില വേദഭാഗങ്ങൾ ബൈബിളിലുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനെയുള്ള ചില ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഈ പറുദീസയിലെ കള്ളനും അതിനുശേഷം എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ അവസാന 27-ാം വാക്യവും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വേദഭാഗം ഇതാ, മത്തായിയുടെ സുവിശേഷം 22:32 ഇങ്ങനെ പറയും. മത്തായിയുടെ സുവിശേഷം 22:32 അവൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ എന്നാണ് പറയുന്നത്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അപ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് മുതലായവരൊക്കെ ഇപ്പോൾ മരണശേഷം പുനരുത്ഥാനത്തിന് മുമ്പ് തന്നെ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ യേശു അങ്ങനെ പറഞ്ഞതെന്നാ ഈ പ്രിയ സഹോദരങ്ങൾ പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും. ഇതും ചരമ ശുശ്രൂഷകൾ കേൾക്കുന്ന വലിയൊരു വാക്യമായത്. അവൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമാണ്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആ വേദഭാഗം ഒന്ന് പരിശോധിക്കുക. മത്തായി 22:32 വാക്യം ഇങ്ങനെയാണ്. അതിൻ്റെ 31 മുതൽ വായിക്കുമ്പോൾ, മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം അരുളി ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇതാ ചോദ്യം ക്രിസ്തുവിൻ്റെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താ? മരിച്ചവരുടെ പുനരുത്ഥാനം എന്നുള്ളതാണ്. മരിച്ചവർ മരണശേഷവും അവരുടെ ജീവിതയാത്ര തുടരുന്നുവെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ ആവശ്യം എന്താ? ഒന്ന് ചിന്തിച്ച് നോക്കുക. മനുഷ്യൻ ഇന്ന് ജഡത്തിൽ ജീവിക്കുന്നതിനേക്കാൾ പൂർവാധികം ശക്തിയോടെ പരലോകത്ത് അവൻ ജീവിക്കുകയാണെങ്കിൽ പിന്നെ അവനെന്തിനാ പുനരുത്ഥാനം? അപ്പോൾ പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന വിശ്വസിക്കുന്ന പലരും ആ കാലത്തുണ്ടായിരുന്നു. അവരോടാ ക്രിസ്തു പറയുന്നത് എന്താ? നിങ്ങൾ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്നവൻ പറഞ്ഞു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. നോക്കുക, അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെ പറഞ്ഞത്? നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നോക്കുക. കൊലോസ്യ ലേഖനം 3:3 നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഉണ്ടോ? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എത്ര അത്ഭുതകരമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടായ, അല്ലെങ്കിൽ ഈ വാക്യം മുൻ വായിച്ച വാക്യത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു ആശയം കിട്ടാൻ സഹായിക്കുന്ന ദൈവവചനമല്ലേ ഇത്? നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എല്ലാവരും മരിച്ചു, പക്ഷെ അവരുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം കൊണ്ട് മാത്രമേ മനുഷ്യന് ഒരു ഭവിഷ്യായുസുള്ളൂ. പുനരുത്ഥാനമില്ല എങ്കിൽ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത് പോലെ നിങ്ങൾ തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങൾ തന്നെ ഇരിക്കുന്നു. നോക്കുക, അപ്പം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് മുതലായവരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അവൻ പുനരുത്ഥാനത്തിൻ്റെ തെളിവാണ്. കാരണം ഇവർക്കെല്ലാം അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. തീർച്ചയായും ക്രിസ്തുയേശുവിൻ്റെ മടങ്ങിവരവെങ്കിൽ കല്ലറകളിലുള്ളവർ മനുഷ്യപുത്രൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കുന്ന ദിവസം ഇത് ഗ്യാരണ്ടിയാണ്. ഈ പിതാക്കന്മാരെല്ലാം പുനരുത്ഥാനം പ്രാപിക്കുമെന്നുള്ള കാര്യത്തിൽ ലവലേശം സംശയമില്ല.
യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുമ്പ്, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ക്രിസ്തു ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ്? അന്ന് ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ക്രിസ്തു നൂറ്റാണ്ടുകൾക്ക് ശേഷം ക്രിസ്തു ഇവിടെ മനുഷ്യനായി ജനിക്കുമെന്ന് പ്രവാചകന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലഭിച്ച വാഗ്ദത്തം ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകനത് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ക്രിസ്തുവിൻ്റെ ശബ്ദത്തിങ്കൽ കല്ലറകളിലുള്ളവരെല്ലാവരും ജീവനായി നന്മ ചെയ്തവർ പുനരുത്ഥാനം പ്രാപിക്കുമെന്നുള്ള ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ഉറപ്പായി പറയുന്നത്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും അവരൊരു കാരണവശാലും ജീവൻ അവർ നിദ്രയിലായിരിക്കും, നിത്യമായൊരു മരണത്തിലായിരിക്കും, നിത്യമായൊരു നാശത്തിലായിരിക്കും എന്ന് ഒരിക്കലും ക്രിസ്തു ചിന്തിക്കുന്നില്ല. പൂർണ്ണമായും അവർ ജീവനിലേക്ക് മടങ്ങിയെത്തും എന്നുള്ള വലിയ ഒരു പ്രത്യാശയാണ്. അപ്പം മനുഷ്യൻ്റെ പ്രത്യാശ എന്നുള്ളത് പുനരുത്ഥാനത്തെ സംബന്ധിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ പുനരുത്ഥാനം ഉണ്ട് എന്നുള്ളത് മാത്രമാണ് മനുഷ്യൻ്റെ പ്രത്യാശയ്ക്കുള്ള ഏക കാരണം. ഇല്ലെങ്കിൽ നമ്മളും മൃഗങ്ങളെ പോലെ ചത്ത് മണ്ണടിയും, യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മനുഷ്യന് ഒരു മറുവില യാഗം ദൈവം ഒരുക്കി തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ ഒരു മറുവില യാഗം ഒരുക്കി അവർക്കൊരു പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ അവർക്ക് നൽകി. മൃഗങ്ങൾക്കതില്ല. ഇതാണ് ആ വാക്യത്തെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തൊരു വാക്യം ഇപ്രകാരം സംശയം ഉളവാക്കുന്നൊരു വാക്യം, ഫിലിപ്പിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏതു തിരഞ്ഞെടുക്കേണ്ടുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഇതാണ് മറ്റൊരു വാക്യം. ഇന്ന് അനേകരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്യം ഇതാ. എന്താ പൗലോസ് പറഞ്ഞു? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചാൽ അടുത്ത നിമിഷം നമുക്ക് ക്രിസ്തുവിനോടുകൂടെ എനിക്കായിരിക്കാം. അതാണ് എനിക്ക് അത്യുത്തമം. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താ പറയുന്നത്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിൻ്റെ ആ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളിയാകാൻ സാധിക്കും. തന്നാൽ ആവും വിധം താൻ ഈ ജാതികളുടെ അപ്പോസ്തലൻ എന്നാകും പൗലോസിനെ വിളിക്കുന്നത്. തന്നാൽ ആവും വിധം ക്രിസ്തുവിൻ്റെ ആ രക്ഷാമാർഗത്തെക്കുറിച്ച് ദൈവം സകല മനുഷ്യർക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ സദ്വർത്തമാനം അറിയിച്ചു കൊടുക്കാൻ സാധിക്കും ജീവിച്ചിരുന്നാൽ. പക്ഷേ അതൊത്തിരി പീഡനങ്ങളേൽക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. പീഡനങ്ങളിൽ കൂടെയാണ് ആ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് പറയാ, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അതുകൊണ്ടാണ്. അപ്പോൾ മരിച്ചാൽ ഈ പീഡനങ്ങളൊന്നും ഏൽക്കണ്ട, അത് ലാഭമാണ്. ഈ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഇല്ലാത്ത ഒരു ലോകത്തേക്കാണ് നാം കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു നിത്യമായ ഇല്ലായ്മയുടെ ലോകത്തേക്ക് അവൻ കടന്നു പോകും. ഇത് രണ്ടും അവൻ്റെ മുമ്പിലുള്ള വസ്തുത. ഇതിലേത് തിരഞ്ഞെടുക്കണം? എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏതു തിരഞ്ഞെടുക്കേണ്ടുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. മരണമാണോ തിരഞ്ഞെടുക്കേണ്ടത്, അതോ എൻ്റെ ജീവിതം തുടർന്നു പോകുന്നതാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഇത് രണ്ടും ഞാൻ എനിക്കതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പില്ല, ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. എന്നിട്ട് പറയുക, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അപ്പോൾ നോക്കുക. എന്നിട്ട് ഇവിടുത്തെ നമ്മുടെ ഈ വേദ പണ്ഡിതന്മാർ പറയുക, കണ്ടോ പൗലോസ് പറഞ്ഞു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ, അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ക്രിസ്തുവിനോട് കൂടി ആകാം. അതാണ് പൗലോസ് ഇവിടെ പറയുന്നതെന്ന്.
നമ്മുടെ യുക്തിബോധം ഒന്ന് ആലോചിച്ച് നോക്കി കൂടെ ഇതിനെന്തർത്ഥമുള്ളത്? രണ്ട് കാര്യം പൗലോസ് പറഞ്ഞു. ഒന്നിൽ മരിക്കണം, അല്ലെങ്കിൽ ജീവിക്കണം. ഇനി വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് ഇവർ പറയുന്ന ആശയത്തിലാണെങ്കിൽ മരിക്കണ്ടേ? മരിക്കാതെ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് ഇരിക്കാൻ സാധിക്കുമോ? അപ്പോൾ മരിച്ചാൽ അടുത്ത നിമിഷം നാം പൗലോസ് ക്രിസ്തുവിനോട് കൂടെ ആകുമെങ്കിൽ ഇത് മൂന്നാമതൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ആദ്യത്തെ കാര്യം ജീവിക്കുന്നതാണ് പൗലോസ് പറയുന്നത്, രണ്ടാമത്തെ കാര്യം മരിക്കുന്നതാണ്. ഇത് രണ്ടിനേക്കാളും ശ്രേഷ്ഠമായ ഒന്നാണ് പൗലോസ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം അത് മരണവുമല്ല, ഈ ജീവിതവുമല്ല. വളരെ വ്യക്തമല്ലേ അത്? എന്നിട്ടും പറയാം മരിച്ചാൽ അടുത്ത നിമിഷം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാമെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പം ഇതിൻ്റെ വസ്തുത എന്താ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അതാണ് അത്യുത്തമം. അപ്പം കേവലം മരിച്ച് എൻ്റെ ഈ ലോകത്തിലെ പ്രയാസങ്ങളിൽ നിന്നും ഞാൻ വിട പറയുന്നതല്ല. അപ്പം മരിച്ചാൽ അടുത്ത നിമിഷം ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്താൽ പോരെ? ഈ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് എൻ്റെ അർത്ഥം മരിച്ചാൽ അടുത്ത നിമിഷം ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണെങ്കിൽ മരിച്ചാൽ ഈ മരണം തിരഞ്ഞെടുത്താൽ പോരെ? അപ്പം ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായിരിക്കുന്ന, ഈ രണ്ടിനേക്കാളും ശ്രേഷ്ഠകരമായിരിക്കുന്ന മറ്റൊന്നാണ് പൗലോസ് തിരഞ്ഞെടുക്കുന്നത്. അതാണ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക. അപ്പം എന്താ ഈ വിട്ടുപിരിയുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക. ആ വിട്ടുപിരിയുക എന്നുള്ള വാക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ സദൃശ്യരാകും. നോക്കുക, എന്താ? യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും. ഈ വാക്കാണ് അവിടെ വിട്ടുപിരിയുക എന്നുള്ള ഇടത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പലപ്പോഴും, നമ്മുടെ പരിഭാഷാകർത്താക്കൾ അവർ ഇങ്ങനെയുള്ള ചില ദുരുപദേശങ്ങൾക്ക് അടിമകളാണ്. അപ്പോൾ അവരുടെ അങ്ങനെയുള്ള ആ ഉപദേശങ്ങളെ സാധൂകരിക്കാൻ വേണ്ടി അവർ പലപ്പോഴും ഇങ്ങനെയുള്ള വാക്കുകളുടെ കളികൾ അവർ നടത്തും. അപ്പോൾ വിട്ടുപിരിയുക എന്നുള്ളതിന് പകരം അവിടെ പ്രയോഗിക്കേണ്ടത് മടങ്ങി വരിക എന്നാണ്. അപ്പോൾ ജീവിക്കുന്നത് എനിക്ക് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്. ഇത് രണ്ടിനാലും ഞാൻ ക്ലേശിക്കുന്നു. പക്ഷെ ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായിരിക്കുന്നത് മടങ്ങി വന്ന് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നതാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നത്. ഇപ്പം മടങ്ങി വരിക എന്നുള്ള ആ മൂലപദം അനാലൂസിയ എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എപ്പോഴാണ് മടങ്ങി വരുന്നത്? ക്രിസ്തു തൻ്റെ രാജ്യത്തിൽ മടങ്ങി വരും. അവൻ ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി അവൻ വീണ്ടും വരും. അപ്പോൾ തീർച്ചയായും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. കൊരിന്ത്യലേഖനം അപ്പോസ്തലൻ പറയുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അപ്പോൾ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ ആദ്യ ഫലമായിരിക്കുന്നവർ പുനരുത്ഥാനം പ്രാപിച്ച് ജീവനിലേക്ക് നിത്യജീവൻ അവകാശികളായി ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തെ വാഴുവാൻ അവർ പുനരുത്ഥാനം പ്രാപിച്ചു വരുമ്പോൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അധികാര ആ ഒരു ഭാഗം, അതിൻ്റെ ഒരു ആത്മീയ മണ്ഡലത്തിൽ പൗലോസ് ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന ഒരു വേലയിൽ അവൻ ഏർപ്പെടുവാൻ തക്കവണ്ണം അവന് സാധിക്കും. അപ്പോൾ അവൻ്റെ ജീവിതകാലത്ത് അവൻ നടത്തിയ ക്രിസ്തുവിന് വേണ്ടി നടത്തിയ സുവിശേഷ വേലയുടെ ഫലം അന്ന് ലഭിക്കുമ്പോൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള വാക്യങ്ങൾ, അപ്പം മടങ്ങി വന്നു എന്ന് വേണം അവിടെ ആ വാക്ക്. വിട്ടുപിരിഞ്ഞു എന്നുള്ളതല്ല, മടങ്ങി വന്ന് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക. ഇത് തന്നെയാണ് കള്ളൻ ചോദിച്ചത്. നീ മടങ്ങി വരുമ്പോൾ നോക്കുക, അന്ന് കള്ളനുണ്ടായ ഒരു കാഴ്ചപ്പാടുണ്ട്. നീ എന്തു ചെയ്യണം? യേശുവേ, നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമെന്നല്ലേ കള്ളൻ പറഞ്ഞത്. ഇത് തന്നെയാണ് പൗലോസും പറയുന്നത്. അപ്പം ആ കാലത്ത് ഈ 1-ാം നൂറ്റാണ്ടിൽ ഒന്നും ഇപ്രകാരം മരണശേഷമുള്ള ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ചുള്ള ഒരു പഠിപ്പിക്കലുകളും വേദപുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ ദാസന്മാർ, ശിഷ്യന്മാരത് പഠിപ്പിച്ചിട്ടില്ല, യേശുവും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയായത്. അപ്പോൾ മടങ്ങി വന്ന്
ആ പറുദീസയിൽ ക്രിസ്തു പറഞ്ഞു, നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ നിന്നോട് ഇന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. യാതൊരു സംശയവുമില്ല. അപ്പം പൗലോസിൻ്റെ ആഗ്രഹം തന്നെ മടങ്ങി വന്ന് ക്രിസ്തുവിനോടുകൂടെ അവൻ്റെ രാജ്യത്തിൽ ഈ ലോകത്തെ ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാൻ തക്കവണ്ണം ദൈവരാജ്യത്തിൻ്റെ ഭരണവർഗമായി തീരാൻ സാധിക്കുക എന്നുള്ളതാണ് പൗലോസ് ഏറ്റവും അത്യുത്തമമായിട്ട് കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു വേദഭാഗം ഈ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്. 17-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെപ്പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. ഞാൻ ബാക്കി ഭാഗത്തേക്ക് പോകുന്നില്ല. അവർ മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി കണ്ടു. അപ്പോൾ മോശയും ഏലിയാവും മരണശേഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത് എന്ന് പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ എന്താണ് ഇതിൻ്റെ വസ്തുത എന്നുള്ളതാണ് ഏതാനും മിനിറ്റുകൾ കൊണ്ടൊന്ന് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. ഇപ്രകാരം ക്രിസ്തു പറയാനുള്ള സാഹചര്യം എന്നാ? അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം ഇങ്ങനെയാണ്: മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്നാണ് ക്രിസ്തു പറയുന്നത്. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവരിൽ ചിലർ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണമെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾ, ഏതാണ്ട് 2000 വർഷമായി യേശു ഇത് പറഞ്ഞു പോയിട്ട്. അപ്പോൾ ഇതുവരെയും ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുവരെയും ആ കൂട്ടത്തിലുള്ള ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ചിലരെങ്കിലും ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. അത് എങ്ങനെയാണ് അവർ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം അവരെ ക്രിസ്തു കാണിച്ചു കൊടുക്കുന്നത്? മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ മടങ്ങി വരുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് ആണ് അവരോട് അറിയിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ മറുരൂപ മലയിലേക്ക് അവൻ തൻ്റെ 3 പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൊണ്ടുപോയത്. എന്നിട്ട് കാണിച്ചു കൊടുക്കുക, ദൈവരാജ്യത്തിൻ്റെ ഒരു ചിത്രമാണ് കാണിച്ചു കൊടുക്കുന്നത്. ആ ചിത്രത്തിൽ യേശു സൂര്യനെ പോലെ ശോഭയുള്ളവനാകുന്നു. മോശയും ഏലിയാവും അവിടെ കാണുന്നു. എന്താ മോശയും ഏലിയാവും അവിടെ വരാൻ ഉള്ള കാരണം എന്താ? അവരെ കാണിക്കാൻ. ഇതൊരു ദർശനമാണ്, അക്ഷരപ്രകാരം നടക്കുന്നതൊന്നല്ല. നാം 16-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം, അല്ലെങ്കിൽ 21 മുതൽ വായിക്കാം. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നതേ എന്ന് പറഞ്ഞു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തെന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിനുശേഷമാണ് പറയുന്നത്, ദൈവരാജ്യം, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട്. അപ്പം ക്രിസ്തുവിന് ചില ത്യാഗങ്ങൾ, ചില പീഡാനുഭവങ്ങൾ, അവസാനമായി മരണവും അവന് സഹിക്കണം. എന്താ യേശു എന്താ പറഞ്ഞത്? യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്നാണ് ശിഷ്യന്മാരോട് പറയുന്നത്. ഇത് ഉൾക്കൊള്ളാൻ ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഒരു രാജാവിനെ, ഇസ്രയേലിനൊരു രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുക.
അവരിപ്പോൾ കഴിയുന്ന റോമൻ ആധിപത്യത്തിൽ നിന്നും അവരെ വിടുവിക്കുവാൻ ഒരു ശക്തമായ സൈന്യത്തോടുകൂടി വന്ന് റോമൻ സാമ്രാജ്യത്തെ കീഴടക്കി ഇവിടെ ഒരു രാജ്യം സ്ഥാപിച്ച് തങ്ങൾക്ക് എല്ലാ പദവികളും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലും പ്രത്യാശയിലും കഴിയുന്നവരായി ശിഷ്യന്മാർ. അപ്പോൾ ക്രിസ്തു ഇങ്ങനെ പീഡനം അനുഭവിക്കണം, കൊല്ലപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇതിനെ തെളിയിക്കാൻ വേണ്ടിയാ എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ കടക്കാൻ സാധിക്കുന്നത്, ഇത് തെളിയിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു മോശയുടെയും ഈ ഏലിയാവിൻ്റെയും ഒരു ചിത്രം അവിടെ കാണിച്ചു കൊടുക്കുന്നത്. മോശ ആരാ? മോശ ന്യായപ്രമാണത്തിൻ്റെ മധ്യസ്ഥനാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയാണ്. മോശ യേശുവിന് വരാനിരിക്കുന്ന എല്ലാ കഷ്ടതകളെയും പ്രയാസങ്ങളെയും മോശ വരച്ച് കാണിക്കുന്നുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 24:27 പറയുന്നത് എങ്ങനെയാണ്? മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് യേശു പറയാ, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും യേശു പറയാ എനിക്ക് വരാനിരിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഈ വരാനിരിക്കുന്ന മഹിമകളെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം അതിനു മുമ്പ് തന്നെ അവൻ്റെ കഷ്ടതകളെ കുറിച്ചാണ് മോശ പ്രസംഗിച്ചിട്ടുള്ളത്, മോശ സംസാരിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാ? ന്യായപ്രമാണത്തിൽ നടത്തിയിട്ടുള്ള ബലികളും ആ പെരുന്നാളുകളുമെല്ലാം ഒരു യാഗമൃഗത്തിൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളും ബലികളുമാണ്. ആ മൃഗത്തെ ബലിയർപ്പിച്ച് അവർ ഒരു സാദൃശ്യാർത്ഥ നീതീകരണം പ്രാപിക്കുന്നതിൻ്റെ ചിത്രമാണ്. അത് ക്രിസ്തു എന്ന ആ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ബലി യാഗം അത് മനുഷ്യവർഗത്തിന് അതിൻ്റെ മോചനത്തിനും ക്രിസ്തുവിൻ്റെ രാജത്വത്തിനും ആവശ്യമാണ് എന്നുള്ള ചിത്രമാണ് മോശ കാണിച്ചു കൊടുത്തത്. അപ്പം ഞാനിത് പറയുന്നത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഇത് മോശ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ട്. ഞാനിപ്രകാരം കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കണമെന്നുള്ളത് മോശ എഴുതിയിട്ടുണ്ട്. അപ്പം മോശയെ കാണിക്കുമ്പോൾ ഈ ഒരു വസ്തുതയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. ന്യായപ്രമാണത്തിൽ മോശ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അടുത്തത് ഏലിയാവാണ്. ഇപ്പം ഈ ഏലിയാവിൻ്റെ ഒരു ചിത്രം എന്ന് പറയും. മോശ ന്യായപ്രമാണത്തിൽ യേശുവിനെക്കുറിച്ച് എന്തു പറഞ്ഞു? അപ്പം കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ഒരു ചിത്രം. ഇവിടെ ഏലിയാവിൻ്റെ അനുഭവം എന്താ? ഏലിയാവും നീതിക്ക് വേണ്ടി പടവെട്ടിയവനാണ്. ഇസബേൽ എന്ന് പറഞ്ഞ ആഹാബിൻ്റെ ഭാര്യ ഇസബേൽ എന്ന് പറയുന്ന രാജ്ഞി, ആ രാജ്ഞിയുടെ അനീതികൾക്കെതിരെ പടവെട്ടിയവനാണ് ഏലിയാവ്. ഇപ്പം ദൈവമക്കളുടെ ഒരു ചിത്രമാണ് ഈ സുവിശേഷ യുഗത്തിലെ ദൈവത്തിൻ്റെ മക്കളുടെ ഒരു ചിത്രമാണ് ഇന്ന് ഏലിയാവ് കാണിക്കുന്നത്. ഏലിയാവിൻ്റെ പൊരുളായിട്ട് യേശു കാണിച്ച് യോഹന്നാൻ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ആ യോഹന്നാനോട് എന്താണ് ചെയ്തത്? യോഹന്നാൻ്റെ തല തട്ടി താലത്തിൽ വയ്ക്കുവാൻ അന്നത്തെ ഈ പറയുന്ന യഹൂദ ശാസ്ത്രിമാരും പരീശന്മാരും അതിന് ഹെരോദാവിനെ പ്രേരിപ്പിച്ചവരാണ്. നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഇവർക്കൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഏലിയാവും യോഹന്നാനും അവരെ നയിച്ചുവെങ്കിൽ അവരെല്ലാം പീഡിപ്പിക്കപ്പെട്ട് നിർദ്ദയം കൊല്ലപ്പെട്ടവരാ യോഹന്നാനും ഒക്കെ. അപ്പോൾ ഏലിയാവിൻ്റെയും ചിത്രമതാ. അപ്പോൾ മോശ ഇത് പ്രവചിച്ചു, യേശുവിന് വരാനിരിക്കുന്ന കഷ്ടതകളെയും പിൻവരുന്ന മഹിമയെയും പ്രസംഗിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ അത് എഴുതിയെങ്കിൽ, കാണിച്ചുവെങ്കിൽ ഏലിയാവും അത് തന്നെയാണ്. മലാഖിയുടെ പ്രവചനത്തിൽ പറയും ഏലിയാവിനെ കുറിച്ച്, ഏലിയാവ് അവൻ മടങ്ങി വരുമ്പോൾ കിട്ടി യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. നോക്കുക, ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം ഇതിനോടനുബന്ധിച്ച് അപ്പം ക്രിസ്തു കഷ്ടങ്ങൾ അനുഭവിച്ചു, പീഡനങ്ങൾ അനുഭവിച്ചു. അത് മോശ പറയുകയാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുന്നവർ, ദൈവത്തിൻ്റെ മക്കളെന്ന് വിശ്വസിക്കുന്നവർ, അവർക്കും പീഡനങ്ങളും ഇതുപോലെയുള്ള കഷ്ടതകളുമാണ് അവർക്കും അനുഭവിക്കേണ്ടത്. ഒരു മുൾക്കിരീടം വഹിച്ചുവെങ്കിൽ മാത്രമേ അവർക്ക് രാജകിരീടം വഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ വലിയൊരു ചിത്രമാണ്. ഇന്ന് അനേകരും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ഈ ലോകത്തിലെ സകല ഐശ്വര്യങ്ങളും സകല സൗഭാഗ്യങ്ങളും കൈവരുമെന്ന് വ്യാമോഹിപ്പിക്കുക ഇവിടുത്തെ ജനത്തെ. എന്നാൽ
അപ്പോസ്തലൻ പറയാ, സുവിശേഷത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും നിനക്ക് വരം ലഭിച്ചിരിക്കുന്നുവെന്ന യാക്കോബ് പറയുന്നത് ഇങ്ങനെയാ: എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. ഇങ്ങനെ അത് ഒത്തിരി വാക്യങ്ങൾ പറയാനുണ്ട്. കഷ്ടാനുഭവങ്ങളിൽ കൂടെയാണ് നാം ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കേണ്ടത്. ജീവനിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാ. പക്ഷെ ഇന്നത്തെ ക്രൈസ്തവ മതവിഭാഗങ്ങളെല്ലാവരും തന്നെ, അത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളായിക്കോട്ടെ, മറ്റ് എപ്പിസ്കോപ്പൽ വിഭാഗങ്ങളായിക്കോട്ടെ, എല്ലാവരും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ഈ ലോകത്തിലെ സകല ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പല്ലും പറയും. ഇന്ന് രാത്രി നിന്റെ കടബാധ്യതയെല്ലാം ദൈവം തീർക്കാൻ പോകുന്നു. ഏതോ വലിയ ദൂത് കിട്ടിയതുപോലെയാ, പ്രവചന വരം കിട്ടിയതുപോലെയാണ് അവർ പറയുന്നത്. ഇന്ന് രാത്രി നിനക്കെല്ലാ ഐശ്വര്യങ്ങളും വരാൻ പോകുന്നു. ഇങ്ങനെയുള്ളവർ എന്ത് ലജ്ജയില്ലാതെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത് പറയാൻ എനിക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഒരു ചിത്രം, ആ ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാം എന്നുള്ളതിൻ്റെ വലിയൊരു ചിത്രമാണ് മോശയും ഏലിയാവും. അക്ഷരപ്രകാരം അവരവിടെ ജീവനോടെ ഇരിക്കുന്നതുകൊണ്ടല്ല. നമ്മൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് മരിച്ചവർ മുഴുവൻ അങ്ങനെയാണെങ്കിൽ ഏലിയാവും മോശയും മാത്രമാണോ? എത്രയോ വിശുദ്ധന്മാർ അല്ലെങ്കിൽ എത്രയോ പൂർവ്വപിതാക്കന്മാർ ഇതിനോടകം മരിച്ചു പോയിരിക്കുന്നു. അവരൊക്കെ ആ ദൈവരാജ്യത്തിൽ കാണണ്ടേ? എന്തുകൊണ്ടാണ് മോശയെയും ഏലിയാവിനെയും മാത്രം യേശു അങ്ങനെ തിരഞ്ഞെടുത്തത്? നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് സമയം അതിക്രമിക്കുന്നു. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വലിയൊരു വിഷയവുമായിട്ടാണ്. മറ്റൊന്നുമല്ല, നരകം എന്നാൽ എന്ത് എന്നുള്ള വിഷയമാണ്. വേദപുസ്തകം ഇന്ന് അനേകരും പറഞ്ഞു ഭയപ്പെടുത്തുന്നത് നരകത്തിലേക്കുള്ള അല്ലെങ്കിൽ അഗ്നി കുണ്ഡത്തിലിട്ട് മനുഷ്യ ആത്മാക്കളെ ദണ്ഡിപ്പിക്കുന്ന നിഷ്ഠൂരനായിരിക്കുന്ന ക്രൂരനായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് ഇന്ന് ലോകത്ത് വരച്ചു കാണിക്കുന്നത്. എന്നാൽ എന്താണ് ബൈബിൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന നരകം എന്നുള്ളത് നിങ്ങളോട് വളരെ വിസ്തരിച്ച് തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വീഡിയോ അതായിരിക്കുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ.